Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Telltale Heart by Edgar Allan Poe, FAUGB, AC English Commerce and Management, first semester, Calcutta University. Summary of The Telltale Heart by Edgar Allan Poe. Edgar Allan Poe's The Telltale Heart is a classic psychological horror story narrated by an unnamed man who insists from the very beginning that he is not insane. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ഹൊറർ സ്റ്റോറിയാണ്, ഒരു ഗോത്തിക് ഫിക്ഷനാണ്. ഗോത്തിക് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെത്ത്, ഹൊറർ, ഇതൊക്കെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഫിക്ഷനെയാണ് ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസിക് സൈക്കോളജിക്കൽ ഹൊറർ സ്റ്റോറിയാണ് ഈ ദ ടെൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ തുടക്കത്തിൽ ഇതിൻ്റെ നരേറ്റർ ഒരു അൺനെയിംഡ്, പേരില്ലാത്തൊരു നരേറ്ററാണ്. അയാൾ തനിക്ക് ഭ്രാന്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇയാളുടെ ഒരു ഭ്രാന്ത് ഇതിലൊരു ഐറണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അയാളെ എത്ര ഉറപ്പിച്ച് പറഞ്ഞാലും ആ ഒരു ഭ്രാന്തിൻ്റെ, മാനസിക രോഗത്തിൻ്റെ എലമെൻറ്റ്സ് അതിൽ നമുക്ക് കാണാൻ കഴിയും. അയാൾ അതിൽ അതിൻ്റെ സിംറ്റംസൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹിസ് ഒബ്സസീവ് attempt to prove his sanity becomes the central irony of the tale, revealing instead the depth of his madness. അയാൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തനിക്ക് ഭ്രാന്തില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ ഒരു കഥയുടെ സെൻട്രൽ ഐറണി എന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ നമുക്ക് ഒരുപാട് സിംറ്റംസിലൂടെ ഇയാളുടെ മാഡ്നസ്സിൻ്റെ ഡെപ്ത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ കഥയിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി, ഫസ്റ്റ് പബ്ലിഷ് ഇൻ 1843 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ദ എൻഡ് സ്റ്റോറി ഈസ് ടോൾഡ് ത്രൂ ഹിസ് അജിറ്റേറ്റഡ് ഫ്രാഗ്മെൻറ്റഡ് നരേഷൻ വിച്ച് എക്സ്പോസസ് ദ ഡിസ്റ്റർബ്ഡ് തിങ്കിങ് ബിഹൈൻഡ് ഹിസ് ആക്ഷൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി മുഴുവൻ ഇതിൽ വിവരിച്ചിരിക്കുന്നത് അയാളുടെ ആ ഒരു അയാൾ ചെയ്ത ആ ഒരു പ്രവർത്തിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റർബ്ഡ് തിങ്കിങ്, ആ ഒരു രീതിയിലാണ് ഇത് ഈ കഥയിലുടനീളം ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. അയാൾ ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് അയാളങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അയാൾ ചെയ്തിട്ടുള്ള ഒരു മർഡർ അയാളങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ചിന്തയാണ് ഇതിൽ നമുക്ക്, ആ ചിന്തയിൽ നിന്ന് വരുന്ന പ്രവർത്തികളാണ് ഈ ഒരു കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. The narrator lives with an old man and claims repeatedly that he loves him, has never been wronged by him, and he says neither his wealth nor his life. അപ്പോൾ നറേറ്റർ ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അയാൾ അവകാശപ്പെടുന്നുണ്ട് താൻ ആ വൃദ്ധനെ സ്നേഹിക്കുന്നുണ്ട്, ആ വൃദ്ധന് എന്നോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ വൃദ്ധൻ്റെ വെൽത്ത്, അയാളുടെ മറ്റുള്ള സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ബട്ട് വൺ തിങ് അബൌട്ട് ദ ഓൾഡ് മാൻ ഡിസ്റ്റർബ് ഹിം ബിയോണ്ട് മെഷർ ഹിസ് ഐ. പക്ഷേ ഒരു കാര്യം, ആ ഓൾഡ് മാൻ്റെ കണ്ണുകൾ ഇയാളെ, ഈ നരേറ്ററെ വളരെയധികം ഹോണ്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് എന്നാണ് പറയുന്നത്, വളരെയധികം പേടിപ്പെടുത്തുന്നുണ്ട്. ആ കണ്ണുകൾ മൂലമാണ് ഈ ഒരു ഓൾഡ് മാനെ കൊല്ലാനുള്ള ഒരു പദ്ധതി നരേറ്റർ ഇടുന്നത്. അല്ലാതെ അയാൾ സ്നേഹിക്കാത്തത് കൊണ്ടോ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സ്വത്തിന് വേണ്ടിയോ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ പെയിൽ ബ്ലൂ ഐ കവേർഡ് വിത്ത് എ തിൻ ഫിൽമി ലെയർ വിച്ച് ദ നരേറ്റർ കമ്പയർസ് ടു ദ ഐ ഓഫ് എ വോൾച്ചർ. ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു വിളറിയിട്ടുള്ള ഒരു നീല കണ്ണുകളാണ്, ബ്ലൂ ഐ ആണ്. ഒരു തിന്നായിട്ടുള്ള പാളികളുണ്ട്. അതുപോലെ ഒരു വൃദ്ധനല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് കണ്ണുകൾ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെ ഐ ഓഫ് എ വൾച്ചർ, ഒരു കഴുകൻ്റെ കണ്ണായിട്ടാണ് നമ്മുടെ നരേറ്റർ ഉപമിക്കുന്നത്. ദിസ് ഐ പ്രൊഡ്യൂസസ് ഇൻ ഹിം എ സെൻസ് ഓഫ് കോൾഡ് ഡ്രെഡ് ആൻഡ് ഇറേഷണൽ ഫിയർ. ഈ ഒരു കണ്ണുകൾ കാണുന്ന സമയത്ത് നരേറ്ററിൽ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. വളരെയധികം വെറുക്കപ്പെടുന്ന ഒന്നാണ് നരേറ്റർക്ക് ഈ കണ്ണുകൾ. ഹിസ് ഒബ്സഷൻ ഗ്രോസ് ടു ദ പോയിന്റ് വെർ ഹി ബിക്കംസ് കൺവിൻസ്ഡ് ദാറ്റ് ഹി ക്യാൻ റീഡ് ഹിംസെൽഫ് ഓഫ് ദിസ് ടോർമെന്റ് ഓൺലി ബൈ ഡിസ്ട്രോയിങ് ദ ഐ ബൈ കില്ലിങ് ദ ഓൾഡ് മാൻ. അപ്പോൾ അയാൾക്ക് ഇതിങ്ങനെ നിരന്തരം ഇയാളത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഓൾഡ് മാനെ കൊല്ലണം എന്നുള്ള ലക്ഷ്യമില്ല, ആ കണ്ണുകളില്ലാതാക്കണം. ആ കണ്ണുകളില്ലാതാക്കുന്നതിലൂടെ ഓൾഡ് മാൻ കൊല്ലപ്പെടുമല്ലോ, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഓർ ദ കോഴ്സ് ഓഫ് 7 nights ദ നരേറ്റർ സ്നീക്ലി എൻറ്റേഴ്സ് ദ ഓൾഡ് മാൻസ് റൂം അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ അർദ്ധരാത്രികളിൽ ഏകദേശം 7 nights 7 രാത്രികളിൽ
അർദ്ധരാത്രി നരേറ്റർ എന്ത് ചെയ്യും, ഈ ഓൾഡ് മാൻ കിടക്കുന്ന റൂമിലേക്ക് ഇരുട്ടിലൂടെ കയറി ചെല്ലും. ഈച്ച് നൈറ്റ് ഹി ടേൺസ് ദ ലാച്ച് സ്ലോലി ആൻഡ് മൂവ്സ് ഹിസ് ലാൻഡൻ കെയർഫുള്ളി അലോയിങ് ഓൺലി എ നാരോ ബീം ഓഫ് ലൈറ്റ് ടു എസ്കേപ്പ്. ഓരോ രാത്രിയും തൻ്റെ കയ്യിലൊരു വിളക്കുണ്ട്. ആ വിളക്ക് ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ പാളി മാത്രം ഓൾഡ് മാൻ്റെ മുഖത്തേക്ക് കാണിക്കുള്ളൂ. ആ സമയമൊക്കെ ഈ ഒരു ഓൾഡ് മാൻ ഉറങ്ങുകയായിരിക്കും. ഹിസ് പേർപ്പസ് ഈസ് ഓൾവേസ് ദ സെയിം, ടു സീ ഇഫ് ദ ഓൾഡ് മാൻസ് ഐ ഇസ് ഓപ്പൺ. അയാൾക്ക് ഈ ഓൾഡ് മാനെ കൊല്ലുക എന്ന് പറയുന്നത് അയാളുടെ ഓൾഡ് മാൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കണം. ആ സമയത്ത് ഈ കണ്ണുകൾ കാണുന്ന സമയത്താണ് നരേറ്റർക്ക് ഇയാളെ കൊല്ലാൻ കഴിയുള്ളൂ. കാരണം ഓൾഡ് മാനോട് ഒരു വൈരാഗ്യവും ഇല്ല, പക്ഷെ കണ്ണുകളോടാണ് ഇയാൾക്കുള്ള ദേഷ്യം. ഈ കണ്ണുകൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇയാൾക്കൊരു പേടി തോന്നും. അങ്ങനെയാണ് ഈ ഒരു ഓൾഡ് മാനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം വരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും ഈ കണ്ണുകൾ ഓപ്പൺ ആയിരുന്നില്ല. Yet on all 7 nights he finds the old man sleeping with his eye closed. അങ്ങനെ 7 രാത്രികളിലും അർദ്ധരാത്രിയും ഈ ഓൾഡ് മാൻ്റെ അടുത്ത് വന്ന സമയത്ത് ഓൾഡ് മാൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്, ഉറങ്ങുകയാണ്. Since it is the eye, not the man that he aids, he cannot bring himself to kill him on those nights. പക്ഷേ ആ 7 രാത്രികളിലും ഓൾഡ് മാനെ കൊല്ലാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഓൾഡ് മാനോട് ഇയാൾക്ക് വൈരാഗ്യമില്ല. ഓൾഡ് മാനെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് കൊല്ലാൻ തോന്നില്ല. പക്ഷേ കണ്ണുകൾ ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് കൊല്ലാൻ തോന്നുന്നത്. കണ്ണുകളോടാണ് ഇയാൾക്ക് ദേഷ്യം. He prides himself on his perfect control, patience and cleverness, seeing these qualities as proof of his sanity rather than symptoms of obsession. അപ്പോൾ അയാൾ സ്വയം പുകഴ്ത്തുന്നുണ്ട്. അതായത് തനിക്ക് നല്ല പെർഫെക്റ്റ് കൺട്രോൾ ഉണ്ട്, ക്ഷമ ഉണ്ട്, ക്ലവറാണ്. ഈ ക്വാളിറ്റീസൊക്കെ എന്തിനാണ് പ്രൂവ് ചെയ്യുന്നത്? എനിക്ക് സാനിറ്റി ഇല്ല, എനിക്ക് മാനസിക രോഗമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കഥയിൽ എന്താണ് റിവീൽ ചെയ്യുന്നത്? ഇയാൾക്ക് ആ ഒരു സിംറ്റംസ് ഉണ്ട്, മാനസിക രോഗത്തിൻ്റെ സിംറ്റംസ് ആണ് ഇതൊക്കെ എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. ഓൺ ദ 8th night the old man wakes up in the fright just as the narrator enters the room. അങ്ങനെ 8ാമത്തെ രാത്രി നരേറ്റർ ഇരുട്ടിൽ റൂമിലേക്ക് കയറിയ സമയത്ത് ഓൾഡ് മാൻ എഴുന്നേറ്റു, ഒരു ശബ്ദം കേട്ടിട്ട്. The darkness becomes thick with the tension as the two remain motionless, one in terror, the other in cold anticipation. ചുറ്റും ഇരുട്ടാണ്, പക്ഷെ ഒരാൾ നല്ല ടെൻഷനിലാണ്. അതായത് തന്നെ കൊല്ലും എന്നുള്ള പേടിയിൽ മറ്റേ ആളൊരു ഒരു തണുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതായത് ആളെ കൊല്ലാൻ പോവുകയാണ്. അതായത് ഈ കണ്ണുകൾ തുറന്ന് നിൽക്കുന്നുണ്ട്. ആ കണ്ണുകൾ തുറന്ന് നിൽക്കുന്ന സമയത്ത് ഓൾഡ് മാൻ്റെ മനസ്സിൽ എന്താണെന്ന് വരുന്നത് വെച്ചാൽ, ഓൾഡ് മാൻ അല്ല, നരേറ്റർ മനസ്സിൽ പേടിയാണ്. Slowly the narrator opens the lantern shutter and its narrow beam lands directly on the open threaded eye. അങ്ങനെ പതുക്കെ തൻ്റെ കയ്യിലുള്ള ആ ഒരു വിളക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു വിളക്കിൻ്റെ ഒരു നാളം ഈ ഓൾഡ് മാൻ്റെ മുഖത്തേക്ക് അടിച്ച സമയത്ത് കണ്ണുകൾ കാണാൻ കഴിഞ്ഞു. ദ സൈറ്റ് എൻറേജ്ഡ് ഹിം ബിയോണ്ട് കൺട്രോൾ. ആ കണ്ണുകൾ കണ്ടപ്പോൾ നമ്മുടെ നരേറ്ററുടെ കൺട്രോൾ പോയി, ഭയങ്കര ദേഷ്യം വന്നു. At the same time, he begins to hear the old man's heart beating loudly, rapidly, unnaturally. ആ ഒരു സമയത്താണ് ഓൾഡ് മാൻ ഭയപ്പെട്ട് തൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയത്. വളരെ ലൗഡായിട്ട്, അൺനാച്ചുറലായിട്ട് തൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. Convinced that the neighbors might hear the sound, the axe suddenly dragging the old man to the floor and suffocating him under the bed. അതായത് ഈ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഈ നരേറ്ററെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗണ്ടായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അയൽക്കാർ ഇത് കേൾക്കുമെന്ന ഭയത്താൽ നമ്മുടെ നരേറ്റർ എന്ത് ചെയ്തു, ഈ ഓൾഡ് മാനെ വലിച്ച് കട്ടിലിൻ്റെ താഴേക്ക് കൊണ്ടുപോയി ഫ്ലോറിൽ കിടത്തിയിട്ട് ബെഡിൻ്റെ താഴെ ആണ് കിടത്തിയതെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ നരേറ്ററുടെ സാനിറ്റീൻ്റെ സിംറ്റംസ്. അതായത് ഇയാൾക്ക് ഈ കണ്ണുകൾ കാണുമ്പോഴുള്ള ആ ഭയം, അതുപോലെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നതൊക്കെ വളരെ ചെവിയിൽ വളരെ ലൗഡായിട്ടാണ്. ഇത് നരേറ്റർ വിചാരിക്കുന്നത് അയൽക്കാർ പോലും കേൾക്കുമെന്നുള്ള രീതിയിലാണ്. ഇവിടെയൊക്കെ അയാൾ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അയാളുടെ ആ ഒരു സാനിറ്റീൻ്റെ സിംറ്റംസ് ഇവിടെയൊക്കെ റിവീലാണ്. ഇതാണ് ഇവിടുത്തെ ഐറണി ആയിട്ട് വരുന്നത്. Once the old man is dead, the narrator dismembers the body with extreme caution, cutting it into pieces and hiding them beneath the wooden floorboards. പിന്നീട് ശ്വാസം മുട്ടിച്ചാണ് ഇത് കൊല്ലുന്നത്. ഒരു പുതപ്പ് വെച്ചിട്ടാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഓൾഡ് മാൻ മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഈ ഒരു ബോഡി നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബാത്റൂമിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് ഒരു വുഡൻ ഫ്ലോർ ബോർഡിൻ്റെ അതിൻ്റെ ഇടയിൽ
ഒളിപ്പിച്ച് വെക്കുകയാണ്. ഹി ഫീൽസ് ട്രിംഫ് ആൻഡ് സർട്ടൻ ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് ദ പെർഫെക്റ്റ് മർഡർ. അപ്പോൾ ഇതൊക്കെ അയാളിലൊരു പ്രൈഡ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഒരു അഭിമാനം. അതായത് ഇയാൾക്ക് സിംറ്റംസ് ഓഫ് ഇൻസാനിറ്റി ഇല്ല, മാഡല്ല ഇയാൾ എന്നുള്ള അയാൾ കുറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മർഡർ ചെയ്യൂലല്ലോ എന്ന് അയാൾ പ്രൂവ് ചെയ്യണം. Soon after, policemen arrive, alerted by a neighbor who heard a cry during the night. അങ്ങനെ പിറ്റേ ദിവസം പോലീസ്മാൻ വന്നു. ആ, ഒരു നെയ്ബർ ഈ ഓൾഡ് മാൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് പോലീസ്മാൻ വന്നു. കോൺഫിഡൻറ്റ് ആൻഡ് പൊളൈറ്റ് ദ നരേറ്റർ ഇൻവൈറ്റ്സ് ദം ഇൻ. അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂടിയിട്ട് നരേറ്റർ എന്ത് ചെയ്തു, മർഡർ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പോലീസ്മാനെ വീട്ടിലേക്ക് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഹി ഈവൻ പ്ലേസസ് ചെയർ ഡയറക്ട്ലി എബോവ് ദ കൺസിൽ ബോഡി. അങ്ങനെ ഈ ഓൾഡ് മാൻ്റെ മൃതദേഹം ഒളിപ്പിച്ചു വച്ചിരുന്നതിന് മുകളിലാണ് ഈ ഒരു കസേര ഇട്ടിട്ട് പോലീസ്മാനെ ഇരുത്തിയത്. However, as he converses with them, he starts hearing a low rhythmic thumping, the beating of the old man's heart. അങ്ങനെ ഇവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിതമിക് ആയിട്ടുള്ള സൗണ്ട്, ഈ ഓൾഡ് മാൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി നരേറ്റർക്ക്. ദ സൗണ്ട് ഗ്രോസ് ലൗഡർ ഫാസ്റ്റർ അൺബിയറബിൾ. അങ്ങനെ ഇത് ഉച്ചത്തിലാവാൻ തുടങ്ങി. ഇത് നരേറ്റർക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ, അയാൾക്കാണ് ഇൻസാനിറ്റി ഉള്ളത്, മാനസിക രോഗം ഉള്ളത്. Convinced that the officer hear it and are mocking him, he breaks down and confesses the crimes, streaming for them to tear up the floorboards. അങ്ങനെ നരേറ്റർ വിചാരിക്കുകയാണ്, ഓഫീസർ ഇത് കേട്ടിട്ട്, ഈ ഓൾഡ് മാൻ്റെ ഈ ഒരു ഹാർട്ട് ബീറ്റ് കേട്ടിട്ട്, ലൗഡറായിട്ട് കേട്ടിട്ട് എന്നെ കളിയാക്കുകയാണോ, അതാണോ ഇത്ര സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേറ്റർ ആകെ ഡിസ്റ്റർബ്ഡായി ഈ ഒരു ഹാർട്ട് ബീറ്റ് കേട്ടതോടു കൂടി. നരേറ്റർ ഡിസ്റ്റർബ്ഡായിട്ട് നരേറ്റർ കൺവിൻസ് ചെയ്യാണ്, അതായത് ഈ ഒരു മർഡർ ചെയ്തത് ഞാനാണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്ലോർ ബോർഡ് ഇങ്ങനെ എടുത്തു മാറ്റിയിട്ട് അവിടെയുള്ള ഒരു മൃതദേഹം കാണിച്ചു കൊടുക്കുകയാണ്. ഇൻ ദ എൻഡ് ദ ഹാർട്ട് ബീറ്റ് ഈസ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് ഹിസ് ഓൺ ഗിൽറ്റ് ഡ്രൈവിംഗ് ഹിം ഇൻ ടു മാഡ്നസ്. ഇതിൻ്റെ അവസാനത്തിൽ ഈ ഹാർട്ട് ബീറ്റ് എന്നുള്ളതില്ല, ഓൾഡ് മാൻ മരണപ്പെട്ടു, അവിടെ ഒരു ഹാർട്ട് ബീറ്റ് ഇല്ല. പക്ഷേ ഈ ഒരു നരേറ്റർക്ക് താൻ ചെയ്തതൊരു കുറ്റമാണ്, അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ട്